ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുള്ളടക്കേ. നീ കുളത്ത് മത്തിയിട്ടുണ്ടോ നോക്കടാ. അതല്ലടക്കേ, നമ്മൾ ആഗ്രഹിച്ച പോലൊന്നും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകില്ല. വല്ല അംബാനിയുടെ യൂസുഫലിയുടെ മക്കളൊക്കെ ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ എവിടെ എത്തേണ്ടതാ? കോണത്ത് കുന്നില് അവിടെ തന്നെയല്ലേ ഇപ്പോഴും വീട്. അല്ല ഋതിക് റോഷ, തൊട്ട നിന്റെ ഡ്രീം ബിക്കം എ പ്ലേ ബാക്ക് സിംഗർ. റിച്ച് ഡ്രീം ആണല്ല. അല്ല അതിനു വേണ്ടി എന്തുട്ടാ ഫോട്ടോ നീ? എത്ര ഓഡീഷന് പോയി, എന്തിട്ടാ കാര്യം ഉണ്ടായേ? എത്ര? 2. അപ്പൊ നീ പറഞ്ഞ ശരിയാ. അല്ല ഋതിക് റോഷ, നിന്റെ ലവ് മാരേജ് ആയിരുന്നില്ലേ? ആ, കട്ട തീർപ്പായിരുന്നില്ലേ രണ്ടു വീട്ടായിരുന്നു? പിന്നെ അതിലെ പ്രശ്നമായിരുന്നു. അവളുടെ കാര്യം പറഞ്ഞു പോയപ്പോ ആദ്യം പ്ലാനായി ചീറ്റിയപ്പോ നീ പ്ലാൻ ബിയിൽ പിടിച്ചു അല്ലേ? പറയാണ്ട. പ്ലാൻ ബിയും ചീറ്റിയപ്പോ ലാസ്റ്റ് പ്ലാൻ ജിയിലല്ലടാ സക്സസ് ആയത്. എടാ മോനെ, എന്തേ നിന്റെ ഈ ഡ്രീം നീ പ്ലാൻ ബിയിൽ നിർത്തിയേ? അത് പിന്നെ അതെന്തേ? നിന്റെ ആവശ്യമല്ലേ? ചുരുക്കി പറഞ്ഞ കഷ്ടപ്പെടാൻ വയ്യ അല്ലേ? എന്നിട്ടിരുന്ന് തന്തനെ തള്ളനിരുന്ന് കുറ്റം പറയണം. ആഹാ അന്തസ്. പറയണ ആരനാവോ? ഞാനും നീ മാത്രല്ലടാ, നമ്മളെ പോലെ വേറെ ആൾക്കാരുണ്ട്. വല്ല അംബാനിയുടെ യൂസഫലിയുടെ മക്കളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു.